ഇന്ന് ഗുരുവായൂർ സ്പെഷ്യൽ രസക്കാളൻ തന്നെ ആയാലോ. മത്തനും കുമ്പളങ്ങയും ഒരേ സൈസിൽ എടുത്തിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇത് വേവിക്കാൻ ആവശ്യമായ പാത്രത്തിലിട്ട് കൊടുത്ത ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കഷ്ണങ്ങൾക്കൊപ്പം വെള്ളം ഇവയൊഴിച്ച് നന്നായിട്ട് വേവുന്നത് വരെ സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. 1/2 ടീസ്പൂൺ ഉലുവയൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലോട്ട് 1 ടീസ്പൂൺ പച്ചരി, ഒരു 7-8 വറ്റൽ മുളക് ഇവ ചേർത്ത് വറുത്ത് മാറ്റാം. ഇനി 2 പച്ചമുളക്, അരമുറി തേങ്ങ ചിരകിയത്, വറുത്ത് മാറ്റി വെച്ച ഉലുവ, പച്ചരി, മുളക്, ഒരു 5-6 കുരുമുളക് ഇവ ചേർത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരയ്ക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ അരച്ച് ശർക്കര ഒന്ന് ഉടച്ചെടുത്തതും തേങ്ങ അരപ്പും കൂടി ചേർത്ത് തിള വരുമ്പോൾ പുളിക്ക് ആവശ്യമായ തൈരും കൂടി ചേർക്കാം. ഇനി ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉലുവ, കടുക്, കറിവേപ്പില ഇവ താളിച്ചൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ സ്പെഷ്യൽ രസക്കാളൻ റെഡി.